ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു അലമണ്ട പ്ലാന്റിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കുറേ ആയി നമ്മുടെ കിണറിൻ്റെ സൈഡിൽ ചെറിയൊരു കൊമ്പ് കൊടുന്ന് വെച്ചതായിരുന്നു. അതിതാ വളർന്ന് അതിൻ്റെ വേരുഭാഗം എവിടെയാണെങ്കിലും അറ്റം കിടക്കുന്നത് മറ്റേ സൈഡിലോട്ടായിട്ടാണ്. അപ്പോൾ അത്രയും വലുതായിട്ടുണ്ട്. ഇപ്പോൾ അതുമ്പോൾ നിറയെ പൂക്കളുണ്ട്. മഴ പെയ്ത കാരണം ആകെ കാടും മൊന്തം കെട്ടിയിട്ടാണ് നമ്മുടെ ഗാർഡൻ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാന്റിൻ്റെ കടഭാഗത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ കരുതി ഇതിൻ്റെ ഇവിടെ നിന്ന് പറിച്ചിട്ട് വേറൊരു ഭാഗത്തോട്ട് വെക്കാമെന്ന്, പിന്നെ തോന്നി അതുമേന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഞാനിവിടെ ഇഷ്ടികയൊക്കെ വെച്ച് കൊടുത്ത് മണ്ണൊക്കെ ഇളക്കി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് കട ഉഷാറാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഞാനൊരു PVC പൈപ്പ് എടുത്തിട്ട് ഒരു ആർച്ച് കൊടുക്കാൻ പോവാണ്. നമ്മുടെ കിണറിന് ഇട്ടിട്ടുള്ള കമ്പിയുടെ സൈഡിലൂടെ ടൈ ഉപയോഗിച്ചിട്ട് അവിടെ PVC പൈപ്പ് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കേട്ടോ. ഒരു ടൈ വെച്ചിട്ടല്ല, ഒരു 3 എണ്ണമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ടൈ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടറ്റം ഇതുപോലെ ചെയ്ത് കൊടുത്ത് അപ്പോൾ ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനൊരു ആണി അടിച്ചിട്ട് അതിന്മേൽക്കും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ പ്ലാന്റ് വളർന്ന് പൂവൊക്കെ ഇട്ട് വരുമ്പോൾ വെയിറ്റ് താങ്ങാനുള്ള ഒരു ഇത് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആണി അടിച്ച് വെച്ചതിന് ശേഷമാണ് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയാണ് ഞാൻ ആർച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പ്ലാന്റിനെ എടുക്കുക. അതിൻ്റെ അറ്റമൊക്കെ പല സൈഡിലേക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ വലിച്ചെടുത്ത് ഒന്ന് ഒപ്പാക്കിയതിന് ശേഷം നമുക്കൊന്ന് കടഭാഗത്ത് ടൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ആർച്ചമ്മ വെച്ചിട്ടൊന്ന് ടൈ ചെയ്തെടുക്കുക. കണ്ട, ഇതുപോലെ ആ ഒരു PVC പൈപ്പുമേക്ക് തന്നെ ടൈ ചെയ്തെടുത്താൽ നമ്മുടെ ഗാർഡനിൽ ഒരു അടിപൊളിയായിട്ട് നിൽക്കട്ടെ. ഇത് എല്ലാ സമയത്ത് പൂവിടുന്ന ഒരു പ്ലാന്റാണിത്. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, നന്നായിട്ട് പൂവിട്ട് നിൽക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.